ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. യെസ്, മത്സരം അല്ലാതെ മുന്നോട്ട് പോയാലോ? ഏതും എങ്ങനെയും പോവും. ഞാൻ ഭയങ്കര ആവേശത്തിലാണെന്ന്. ആവേശം മത്സരത്തിലല്ല, ആവേശം മത്സരത്തിനുണ്ടത്. ഇത് കൂടുതൽ കിഴി ഇങ്ങനെ കിഡിലനായിട്ട് പറയാന്നുള്ളതാണ്. കടിക്കോ കടിഞ്ഞ പറയാൻ പേടിച്ചിട്ട് ചോദിച്ചാ അങ്ങനെ നിങ്ങൾക്ക് പേടിയായോ? ഇങ്ങനൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പേടിയായോ? ഇല്ലല്ലോ. അത് മതി, ഇവന് പേടിയാവും. എന്താവട്ടെ. ഫസ്റ്റ് വൺ സാഹസം സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ബാബു ആന്റണി പിന്നെ നരേ ഇവർ രണ്ടുപേരും സിനിമയിൽ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ബിപിൻ കൃഷ്ണ. ഓക്കെ കൂട്ടാ. അടുത്തത് അനോര. യെസ്, ഓസ്കാർ വിന്നിംഗ് ഫിലിം. സിനിമ ഇതാ OTT വരാൻ പോവാണ് മാർച്ച് 17 ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഒന്ന് കാണണം എന്താണ് ഈ സാധനം എന്നുള്ളതെന്ന് അറിയണമല്ലോ. എന്തായാലും 5 ഓസ്കാർ അവാർഡുകളാണ് സ്വന്തമാക്കിയുള്ളത്. നടി, സംവിധായകൻ, സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, പിന്നെന്തായിരുന്നു ബെസ്റ്റ് ഫിലിം. ആദ്യം പറഞ്ഞ മറന്നുപോയി. എന്നിട്ട് അത് വിട്ട്. ഓക്കെ, അടുത്ത കിഴി RC16. ബൂച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ബൂച്ചി ബാബു സന തന്നെയല്ലേ? രാംചരൺ നായകനാവുന്ന കുറേ ഉണ്ടല്ലേ ആ ഒരു ടൈപ്പ് പേരുകൾ കുറേ ഉണ്ട്. സത്യം. എന്തായാലും സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പോകുന്നുണ്ട്. മാർച്ച് 5 ഇതിന്റെ ഷെഡ്യൂൾ തുടങ്ങുന്നത്. അതായത് നാളെ ഹൈദരാബാദ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ഷെഡ്യൂൾ. ഓക്കെ. അടുത്തത് സർദാർ 2 സിനിമയുടെ ഷൂട്ട് നീട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാർത്തിന്റെ ലെഗിന് എന്തോ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗെറ്റ് വെൽ സൂൺ. എല്ലാം പെട്ടെന്ന് ശരിയായിട്ട് വളരെ മികച്ച ഒരു സിനിമ തന്നെ ഇറക്കാൻ പറ്റട്ടെ. തിരിച്ചു വരൂ ഉടൻ അല്ലേ? പിന്നെ സംഭവങ്ങൾ ചെയ്യാനുള്ളതാ, കൈതീറ്റുമൊക്കെ ചെയ്യാനുള്ളതാ. കങ്കുവ 2. ഹലോ നല്ലത് മാത്രം പറഞ്ഞപ്പോഴല്ലോ, ഇടയ്ക്കൊരു മോശം വേണ്ടേ? ഈ വീഡിയോ കാർത്തി കാണുന്നുണ്ടെങ്കിൽ കാലാകത്തന്നെ കുറച്ച് കാലം ഇന്നോട്ട് കങ്കോ ഫസ്റ്റോൺ ഉണ്ടായത് എന്താണെന്നുള്ള എനിക്ക് മാത്രം അറിയാം. അടുത്തത് എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ തന്നിട്ടുണ്ട്. ആളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തകൃതിയിൽ നടക്കട്ടെ. പെട്ടെന്ന് എല്ലാം തീർത്തിട്ട് 27 വേഗം വാ. അതെ. അടുത്തത് ജോഫിൻറ്റി ചാക്കോ ടൊവിനോ തോമസ് മൂവി. ഓക്കെ, സിനിമയുടെ സ്ക്രിപ്റ്റ് ബോബി സഞ്ജയ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. സ്കിറ്റ് അല്ല, സ്ക്രിപ്റ്റ്. ചെവിയും കേൾക്കാണ്ടായപ്പോ എന്തോ കാര്യമായിട്ട് പറ്റി. എന്ത് സാധനം. അതായത് ബോബി സഞ്ജയ് ഇതിന്റെ സ്ക്രിപ്റ്റ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസ് കളിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞ ന്യൂസ് മറ്റൊന്നാണ്. പിന്നെ മൾട്ടി സ്റ്റാർ ചിത്രമായിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത കിഴി പൃഥ്വിരാജ് സുകുമാരൻ. ആള് ന്യൂ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം ഒരു പുതിയ ലുക്ക്. പോലീസുകാരനായിട്ടാണോ എന്നൊരു സംശയം. കിടിലൻ ലുക്കായിട്ടുണ്ട്. എന്തായാലും ഈ ലുക്ക് ഏതിനു വേണ്ടിയിട്ടുള്ളതെന്നുള്ളത് അറിഞ്ഞൂടാ. നോബഡിയാണ് ആളുടേത് മലയാളം അടുത്തത് ചെയ്യാനുള്ളത്. പിന്നെ SSMB 29 ആളൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു. ഇനി അതിലേക്കാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇതിന് താഴെ ഒരു കമന്റ് ഉണ്ട്. നമ്മുടെ സുപ്രിയ ഇട്ട കമന്റാണ്. താങ്കൾക്ക് ഒരു ഭാര്യയും കുട്ടിയും ഉണ്ട്, അതുകൊണ്ട് മറക്കണ്ടാന്ന്. സംഭവം എന്തായിരിക്കും ഉദ്ദേശം മനസ്സിലായില്ലേ? ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടാ. അതുമല്ല, SSMBയുടെ പടമാണെങ്കിൽ SS രാജമൗലിയുടെ പടമാണെങ്കിൽ അത് എത്ര ടൈം പോയി കിട്ടും. അതായിരിക്കണം ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒരു പോക്കങ്ങ് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുത്തോണ്ടല്ലോ ലാസ്റ്റ് സമയത്ത്. സത്യം. എന്ത് വന്നു ചോദിച്ചു. ഇനി പൃഥ്വിരാജിന്റെ സ്വഭാവം വെച്ചിട്ടാണോ ഇത് പറയാൻ പറ്റൂല. കുട്ടിയുണ്ട്, ശ്രദ്ധിക്കണം. കോഴിത്തരൊന്നും കാണിക്കരുത്. അങ്ങനെയുള്ള അയാള് വേറെ ലെവലാട്ടോ. അത് വിട്. ഇത് കോഴിത്തരത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജ് മാത്രമൊന്നുമില്ല. അല്ല, അത് ആണുങ്ങളായ ചെറിയ കോഴിത്തരൊക്കെ വേണം, അല്ലെ പിന്നെ എന്തെന്ന്.
പെണ്ണുങ്ങളായാലും വേണം കേട്ടോ, ഇപ്പൊ ആണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. അടുത്തത് റോബിൻ ഹുഡ്. ഓക്കെ. സിനിമയില് ഡേവിഡ് വാർണർ ഒഫീഷ്യലി ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. വാവ്. വെങ്കി കുടുംബലയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോണത്. ഒരുപാട് ശ്രമിച്ചു പുഷ്പ 2 കയറാൻ, പക്ഷെ വന്നില്ല. അതാണ് കാര്യത്തിനോട് അടുക്കുമ്പോൾ ഇവരൊക്കെ മറക്കും. അതായത് ഇത് ഇന്റർനാഷണൽ ആക്കാൻ ഇത്രയും ഒരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡേവിഡ് വാർണർ. അതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഓ പങ്കങ്ങൻ സ്റ്റൈൽ ആ പാട്ടില്ലേ, അത് ഇത്രയും പ്രചാരണം കിട്ടാൻ കാരണമായ ഒരാളുണ്ട്, ക്രിസ് ഗെയില്. സത്യം ഇല്ലേ? അത് പക്ഷെ എല്ലാവരും സമ്മതിച്ചൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഒരു റീച്ച് ഭീകര. അതേപോലെ തന്നെയായിരുന്നു വാർണർ ഈ പുഷ്പ കൊടുത്തത്. പക്ഷെ പുഷ്പക്കാര് പറയാൻ പറ്റൂല കേട്ടോ, പുഷ്പ 3 ഉണ്ടാവും. അല്ല ഇനിയും എന്തായാലും പുഷ്പ 2 കണ്ട എന്തായാലും ആളിപ്പോ നിർത്തിയാലോ, പുഷ്പനെ ഒഴിവാക്കിയത്. ഇതിനായിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം ആ ഒരൊറ്റ ഫൈറ്റ് സീൻ മതി, ഇറങ്ങി ഓടി കഷ്ടപ്പെട്ടിട്ട് വെറുതെ ആയില്ലേ. ഓക്കെ, എന്തായാലും റോബിൻ ഹുഡിൽ ആള് ഓൺ ബോർഡ് ആയിട്ടുണ്ട് അല്ലേ? അതിന്റെ സ്റ്റിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഷൂട്ടിന്റെ അല്ലേ? ഓക്കെ, അടുത്തത് DQ പുതിയ ലുക്ക്, ദുൽഖറിന്റെ പുതിയ ലുക്ക് വന്നിട്ടുണ്ട്. അതെ, ഇങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത്. പുതിയതാണോ പഴയതെന്ന് അറിഞ്ഞൂടാ. ഇത് പഴയതാണോ എനിക്കറിഞ്ഞൂടാ. എന്താണെങ്കിലും പുതിയതെന്ന് പറഞ്ഞിട്ടാ കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട് പുതിയത്. പഴയതാണെങ്കിൽ നിങ്ങൾ പറയണം. കിട്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. പഴയതാണോ പുതിയതാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അത് അറിയണം, അതാണ് ഉദ്ദേശം. അടുത്തത് മമ്മൂക്ക നിതീഷ് സഹദേവൻ മൂവി. സിനിമ ഒരു ഗ്യാങ്സ്റ്റർ മൂവി ആയിരിക്കും എന്നാണ് കേട്ടോ കേൾക്കുന്നത്. പൊളിക്കും അല്ലേ? പൊളിക്കണല്ലോ. സാലിമി എന്ന സിനിമയ്ക്ക് ശേഷം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ, വരട്ടെ. മമ്മൂട്ടി പിന്നെന്താ, മമ്മൂട്ടി കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി. നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂട്, ഞാൻ വേർക്കലുണ്ടോ, ചൂടാ. ഗുഡ് ബാഡ് അഗ്ലി, അജിത് കുമാറിൻ്റെ വിളയാട്ടം. അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര റിപ്പോർട്ടാണ്, എല്ലായിടത്തും വളരെ നല്ല അഭിപ്രായമാണ്. അങ്ങ് ഏറ്റെടുത്തു. വിളയാട്ടം എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ ടീസർ കൊണ്ട് അജിത്തിൻ്റെ കരിയറിൽ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ ഇടാൻ പോകുന്ന സിനിമ ഇത് തന്നെയായിരിക്കും. ആയിരിക്കും, ഉറപ്പായിട്ടും. കാരണം മറ്റതിന്റെ ക്ഷീണം കൂടി ഉള്ളത് കൊണ്ടേ എല്ലാം അത് ഇതിൽ മാറും എന്നാണ് വിചാരിക്കുന്നത്. മേ ബി തമിഴ്നാട്ടിൽ ഫസ്റ്റ് ഡേ റെക്കോർഡ് ഇടാൻ പോകുന്ന സിനിമ അത് തന്നെയായിരിക്കും. അത്രയ്ക്ക് വലിയൊരു ഹൈപ്പാണ് ഈ സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ വരും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റൂമർ. ഓക്കെ, അടുത്ത കിഴി ദ പാരഡൈസ്. ഞാൻ പറയേണ്ടി വരുമല്ലേ? എനിക്ക് തന്നെ അത് കിട്ടുകയും ചെയ്തു. ഞാൻ പറയൂല, കാണിച്ചു തരാം. മലയാളത്തിലുള്ള ടാറ്റു കയ്യേല്. അതെ, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം സംഭവം ചിരി വരുന്നുണ്ട്. അതൊക്കെ ചിരി വരാം, മലയാളത്തിൽ അത് കാണുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ തോന്നും. പക്ഷെ ഇത് ട്രോളാനുള്ളത് ഒരു സാധനമാണോ എന്ന് തോന്നുന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിനെ ഈ കാക്കകളുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള ക്യാരക്ടറൈസേഷനാണ്. അപ്പം നമുക്ക് കാക്കകളോടുള്ള ഒരു സമീപനം ഉണ്ടല്ലോ, ആ രീതിയിൽ അതായത് തൊട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ വൃത്തിഹീനമായിട്ടുള്ളൊരു ഇതിൽ അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിലാണ് നമ്മൾ കാക്കനെ പല സമയങ്ങളിലും കാണുന്നത്. തീരെ പ്രാധാന്യം കൊടുക്കില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ കയ്യിൽ മേ ബി അത് ആള് പച്ചകുത്തിയതായിരിക്കില്ല. ഇതിലെ വില്ലന്മാർ ചെറുപ്പത്തിലെ അങ്ങനെ വല്ല സാധനമായിരിക്കാം. അത്രയും അടിച്ചമർത്തി ആട്ടും തുപ്പും കേട്ട് വളർന്നു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനമായിരിക്കണം. അപ്പൊ ആ രീതിയിലാണായിരിക്കാം മേ ബി ഈ ഒരു രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക മോഹന്. അപ്പോൾ അത് എഴുതി വെക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടിച്ചമർത്തൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളുടെ ഉയർത്തെഴുന്നേൽപ്പ് ആ രീതിയിലായിരിക്കുമല്ലോ. പിന്നെന്താ ഉയർത്തെഴുന്നേപ്പ് ഉയർത്തെഴുന്നേപ്പാണല്ലോ. അപ്പൊ അത് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത് തെറ്റിയൊന്നല്ല, ഇത് അറിഞ്ഞ് എഴുതിയത് തന്നെ. കാരണം ഏതെങ്കിലും സിനിമയില് റോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, പിന്നല്ലാണ്ട് റോ സ്റ്റേറ്റ്മെന്റ് ആണത്. പിന്നെ അതായത് ഏതെങ്കിലും സിനിമയിൽ നായകനെ, അതായത് ഒരു വേശ്യക്ക് പിറന്ന മകൻ എന്നുള്ള രീതിയിൽ അതിനെ ഒരു വേറെ രീതിയിൽ പറയാറുണ്ടോ? ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടുമില്ല അല്ലേ? അങ്ങനത്തെ ഒരു വില്ലനെ പോലും കണ്ടിട്ടില്ല. വേഗം എടുക്ക്, ഞാനാ ഇപ്പൊ ഇതെടുത്തതേ, ചൂടെടുത്തിട്ട് നിക്കാൻ ഞാൻ എടുത്തു തന്നാ.
സോറി. അതിന്റെ ഇടയ്ക്ക് ഞാൻ പിന്നെയും പണിയെടുക്കാൻ പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കൂലി സിനിമ പണിയെടുത്തില്ല. കൂലി സിനിമയുടെ ഒഫീഷ്യൽ ടീസറോ അല്ലെങ്കിൽ ക്ലിംസോ മാർച്ച് 14 വരും എന്നുള്ള റൂമറുണ്ട്. അറിയാലോ, ചെക്കന്റെ ബർത്ത്ഡേ ആണ്. അല്ലെങ്കിൽ LCU 0 ചാപ്റ്റർ 0 വരും, ഷോർട്ട് ഫിലിം. അടുത്തത് ഏതെങ്കിലും ഒന്ന് വരും. അടുത്തത് വീരധീര ശൂരൻ സിനിമയുടെ നെക്സ്റ്റ് സിംഗിൾ വരുന്നു നാളെ, അതായത് മാർച്ച് 5-ന്. ഓക്കെ. വിക്രം നായകനാകുന്ന സിനിമയാണ്. SV അരുൺകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിറ്റ എന്ന സിനിമയ്ക്ക് ശേഷം SV അരുൺകുമാറിൻ്റെ അടുത്ത സിനിമ. അടുത്ത കീഴി സൂര്യ 45 RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമ. സൂര്യയുടെ അടുത്ത മൂവി. ഇതിൻ്റെ ടൈറ്റിൽ ടീസർ ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. എല്ലാം റെഡിയായി എന്ന് കേൾക്കുന്നു. എന്തോ ടൈറ്റില് താൽക്കാലികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലീക്കായ എന്തോ ടൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതിനോ? ഇല്ലതേ, മറ്റു പല പടത്തിന്റെ ഉണ്ട് ലീക്കായത്. ഇതിന്റെ എന്തോ ഉണ്ടായിരുന്നു, ഇതിന്റെ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ടില്ലല്ലോ. ഓർക്കുന്നു. സാരല്ല, എന്തായാലും വരുമ്പോ ഇനി നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.